2006 പാറമേക്കാവിൻ്റെ വെടിക്കെട്ട് സാമഗ്രികൾ പൊട്ടി വലിയ അപകടമുണ്ടായത്, മരണമുണ്ടായത്. സമാനമായ അപകടമാണ് ഇത് എന്ന് പെസോയുടെ ചീഫ് എക്സ്പ്ലോസീവ്സ് കൺട്രോളർ തന്നെ പറയുകയുണ്ടായി. വളരെ വലിയ സാമ്യം ഈ രണ്ട് അപകടങ്ങൾ തമ്മിലുണ്ടാവുകയാണ്. 20 വർഷം ഇതിനിടയ്ക്ക് കടന്നുപോയി. ഈ 20 കൊല്ലത്തിനിടയ്ക്ക് നമ്മുടെ ജീവിതം തന്നെ ഒരുപാട് മാറിയിട്ടുണ്ട്. എത്രയോ പുതിയ ടെക്നോളജി വന്നു. ഇപ്പോൾ ഈ കരിമരുന്ന് പ്രയോഗത്തിന് തന്നെ വളരെ ആധുനികമായ പൈറോ ടെക്നിക്കുകൾ ഉണ്ട് എന്നിരിക്കെ വളരെ ക്രൂഡായ നിലയ്ക്കുള്ള കരിമരുന്ന് പ്രയോഗമാണ് കേരളത്തിൽ എല്ലായിടത്തും നടത്തുന്നത്, തൃശ്ശൂർ മാത്രമല്ല. എന്തുകൊണ്ട് ഈ വ്യവസ്ഥാപിതമായിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് പാലിച്ചില്ല എന്നൊരു വലിയ പ്രശ്നമുണ്ടല്ലോ. ഇപ്പോൾ 2 ഷെഡുകൾ തമ്മിലുള്ള അകലം മാനദണ്ഡം അനുസരിച്ച് ഉണ്ടായിരുന്നോ? തുടങ്ങി എത്ര പേർ അവിടെ ജോലിക്കുണ്ടായിരുന്നു? ഒരു അപകടമുണ്ടായാൽ ആ അപകടം നേരിടാനുള്ള എന്ത് സംവിധാനം ഉണ്ടായിരുന്നു? നമുക്കിപ്പോൾ ഈ ഫയർ സേഫ്റ്റി സംബന്ധിക്കുന്ന മാനദണ്ഡങ്ങൾ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട് എന്നിരിക്കെ ഏറ്റവും അപകട സാധ്യതയുള്ള ഈ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സേഫ്റ്റി മെഷേഴ്സ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ. അപ്പോൾ ഇതിങ്ങനെ കാലാകാലം തുടരുക എന്നുള്ളത് നടക്കുന്ന കാര്യമാണോ? അനുവദിക്കാൻ കഴിയുന്ന കാര്യമാണോ? എൻ്റെ അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കര 1-2 കാര്യങ്ങൾ പറഞ്ഞു. അവിടെ ഫയർ എഞ്ചിൻ കൊണ്ടുവന്നിട്ടില്ല, അതല്ലെങ്കിൽ മറ്റുള്ള സേഫ്റ്റി മെഷേഴ്സ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളൊരു കാര്യം, പല വെടിമരുന്നുകളും വളരെ ഡ്രൈ ആയിട്ട് കീപ്പ് ചെയ്യേണ്ടതാണ്. ഒരു ഡ്രോപ്പ് വെള്ളം വന്നു കഴിഞ്ഞാൽ അത് എക്സ്പ്ലോഡ് ചെയ്യുന്ന അനേകം കെമിക്കൽസാണ്, ഈ വെടിക്കോപ്പ് സാധനങ്ങളാണ്. അപ്പോൾ അവിടെ ഒരു ഫയർ എഞ്ചിൻ കൊണ്ടുവന്ന് വെച്ചിട്ട് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും തീപിടുത്തം ഉണ്ടെങ്കിൽ ആ തീപിടുത്തം വളരെ കൂടുതലാവും എന്നല്ലാതെ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതേ സമയത്ത് അവിടെ സേഫ്റ്റി മെഷേഴ്സ് വേറെ പലതുമുണ്ട്. ദേവസ്വങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആദ്യമായിട്ടൊന്ന് പറയാനുള്ളത്, ദേവസ്വം എന്ന് പറയുന്നത് അവർ രാഷ്ട്രീയക്കാരെയോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെയോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തെയോ കൈപിടിച്ച് നടക്കുന്നവരല്ല. അത് ആദ്യമേ തന്നെ അദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ളതാണ്. ഞങ്ങളിവിടെ ദേവസ്വം എന്ന് പറയുകയാണെങ്കിൽ പ്യുവർലി ഈ അമ്പലത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ബാധ്യസ്ഥരായിട്ടുള്ളവരാണ്. അപ്പം അതുകൊണ്ട് കാലാകാലങ്ങളിൽ പെസോ തരുന്ന ഇപ്പോൾ അവരുടെ ലൈസൻസ് ഉണ്ട്. ഉദാഹരണം, ഇപ്പം ഞങ്ങളുടെ ലൈസൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ മാനുഫാക്ചർ ചെയ്യാനുള്ള ലൈസൻസ് കൊടുക്കും, അദ്ദേഹത്തിന് ഡിസ്പ്ലേ ചെയ്യാനുള്ള ലൈസൻസൊക്കെ കൊടുക്കും. ഇതിനൊക്കെ ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ലൈസൻസ് കിട്ടുകയുള്ളൂ. അതല്ലാതെ ഒരാൾ ഓടിച്ചെന്ന് ഇപ്പോൾ പാറമേക്കാവ് പ്രസിഡൻറ്റോ തിരുവമ്പാടി പ്രസിഡൻറ്റോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ക്ഷേത്ര സമിതിയിലെ ആൾക്കാരോ ഏതെങ്കിലും ഒരാളെ ലൈസൻസ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് ചട്ടം കെട്ടിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞാലൊന്നും ലൈസൻസ് കിട്ടില്ല. അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പോഴാണെങ്കിൽ ആ മാനദണ്ഡങ്ങൾ കൂടുതൽ കർശനമാക്കുകയാണ്. ഇപ്പോൾ ഫയർ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയും, ഫയർ അസിസ്റ്റൻ്റ് എന്ന് പറയും. ഇതൊന്നും പഴയ കാലങ്ങളിൽ ഉണ്ടാവാത്ത കാര്യങ്ങളാണ്. ഈ കഴിഞ്ഞ 2-3 വർഷത്തിൻ്റെ സമയത്താണ് ഇതെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ 2006 അപകടം പറ്റി, അത് ശരിയാണ്. പക്ഷേ കഴിഞ്ഞ 20 വർഷമായിട്ട് അപകടം സംഭവിച്ചിട്ടില്ലല്ലോ. ഇതേ ആൾക്കാർ തന്നെയല്ലേ കഴിഞ്ഞ വർഷവും കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ വർഷവും പാറമേക്കാവിന് വേണ്ടി പൊട്ടിച്ച ഒരാളാണ് ഈ സതീശൻ എന്ന് പറയുന്നത്. അത് 2024 തിരുവമ്പാടിക്കും പാറമേക്കാനും ഒരുമിച്ചാണ് അദ്ദേഹം മറ്റേ കോൺട്രാക്റ്റ് എടുത്ത് ലൈസൻസ് എടുത്ത് അദ്ദേഹം പൊട്ടിച്ചത്. അപ്പം അതുകൊണ്ട് കഴിഞ്ഞ 20 വർഷമായിട്ട് അപകടം നടന്നില്ല. 21ാമത്തെ വർഷം അപകടം നടക്കുന്ന സമയത്ത് വേണ്ട വിധത്തിലുള്ള പ്രിക്കോഷൻ എടുത്തിട്ടില്ല. അതല്ലെങ്കിൽ അവിടെ ഇവർ വളരെ ക്രൂഡായിട്ട് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ നടക്കുന്ന ഒരു സ്റ്റൈലിലാണ് ഇതെന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പിന്നെ ഓരോ വർഷം കൂടുന്തോറും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതിനുള്ള ഈ പടക്കോപ്പുകളൊക്കെ ഉണ്ടാക്കുന്നത് അതെന്ന് പറയുന്നതിൽ ഹൈലി പ്രൊഫഷണൽസ് എന്ന് പറയുന്ന അവർക്ക് അതൊന്നും ഇത് പാരമ്പര്യമായിട്ട് അവർക്ക് കിട്ടുന്നൊരു കഴിവാണ്. അവരെ വിളിച്ചിട്ടാണ് ഇതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ ഈ പടക്കം ഉണ്ടാക്കുന്നത്. പാരമ്പര്യമായി ഉണ്ടാക്കുന്ന ആളുകളാണ് ഉണ്ടാക്കുന്നത്. അവരോട് പലരോടും സംസാരിക്കുമ്പോൾ അവരുടെ ജീവിത പങ്കാളിയോ അല്ലെങ്കിൽ അവരുടെ അച്ഛനോ അവരുടെ ജ്യേഷ്ഠനോ ഒക്കെ സമാനമായ അപകടങ്ങളിൽ കൊല്ലപ്പെട്ട ചരിത്രം കൂടി അവർക്ക് പറയാനുണ്ട്. അപകടത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട മാധ്യമങ്ങളോടൊക്കെ സംസാരിച്ച ആളുടെ ജ്യേഷ്ഠൻ കുറച്ചു കാലം മുമ്പ് ഇതുപോലെ ഒരു അപകടത്തിൽ കൊല്ലപ്പെട്ട ആളാണ്. അപ്പോൾ ശരിക്കും കൊല്ലപ്പെടുന്ന ഒരു ജോലി എടുക്കാൻ വിധിക്കപ്പെട്ടവരാണ് പാരമ്പര്യം എന്ന പേരിൽ അവർ. നോക്കൂ സാർ, ആധുനിക ലോകത്ത് എന്തെല്ലാം ടെക്നോളജി ഉണ്ട്. ഇപ്പോൾ ഈ പൈറോ ടെക്നോളജി തന്നെ എന്തോരം വികസിച്ചിട്ടുണ്ട്. ലോകത്തെ എത്ര നഗരങ്ങളിൽ ഈ ഫയർ വർക്ക്സ് നടത്തുന്നുണ്ട്. ഈവൻ സൈലന്റ് ഫയർ വർക്ക്സ് പോലും നടക്കുന്നുണ്ട് ഈ ലോകത്തെല്ലായിടത്തും. ഈവൻ നമ്മുടെ കയ്യിലുള്ള റിമോട്ട് കൊണ്ട് ട്രിഗർ, നമ്മളിപ്പോൾ ഈ തിരി കത്തിച്ചിട്ട് ഓടുന്ന പരിപാടിയൊക്കെ നിർത്തി ലോകത്ത് എത്രയോ മാറ്റങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. സേഫായിട്ട് ജനങ്ങളെ ആനന്ദിപ്പിക്കാൻ കഴിയുന്ന ഈ കരിമരുന്ന് പ്രയോഗം തന്നെ നടത്താൻ കഴിയുമെന്നിരിക്കും. നമ്മൾ ഈ വളരെ പ്രാകൃതമായ രീതി തന്നെ പിന്തുടർന്ന ആളുകളെ കൊലക്കി കൊടുക്കണോ എന്നുള്ള ഒറ്റ ചോദ്യമേ ഉള്ളൂ.
അല്ല, ആ ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ളൊരു മറുപടിയുള്ളൂ. ഒരു ഡ്രൈവറുടെ മകൻ ഡ്രൈവറായി കഴിഞ്ഞ് അച്ഛൻ ഏതെങ്കിലും ആക്സിഡൻറ്റിൽ മരിച്ചു കഴിഞ്ഞാൽ മകൻ ആ പ്രൊഫഷനിൽ പോകണ്ട എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഉപജീവന മാർഗമായിട്ട് ആ മകൻ ആ പ്രൊഫഷനെ തിരഞ്ഞെടുക്കുന്നു. അദ്ദേഹത്തിന് ബ്ലഡിൽ കൂടെ ഓടുന്നതാണ് അച്ഛൻ്റേതായിട്ടുള്ള ഡ്രൈവിംഗ് എന്താ പറയുന്നത് ആ എബിലിറ്റി അല്ലെങ്കിൽ ആ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഈ ചില പ്രത്യേക ഗ്രാമങ്ങളിൽ, ഇപ്പോൾ ചേലക്കര അടുത്തുള്ള ചില ഗ്രാമങ്ങളിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും കാണാത്ത രൂപത്തിൽ ഈ ഫീൽഡിൽ വരുന്ന അനേകം ആൾക്കാരുണ്ട്. അവരുടെ കുലത്തൊഴിലാണ് അവരത്. നമ്മൾ എത്രത്തോളം അവർക്ക് വേറെ എന്തെങ്കിലും തൊഴിൽ കൊടുത്താൽ പോലും അവരെല്ലാവരും ഈ ഫീൽഡിലേക്ക് വരും. കാരണം ദേ ആർ ഹൈലി, നമ്മളെ ഡിഗ്രിയും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഡിഗ്രിയോ അല്ലെങ്കിൽ കോളേജിലെ ഡിഗ്രി ഒന്നും ഇല്ലെങ്കിൽ ദേ ആർ ഹൈലി പ്രൊഫഷണൽസ്. അവർ ചെയ്യുന്ന അതേ ഇതിൽ നമ്മൾക്കൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ദേവസ്വങ്ങളെ സംബന്ധിച്ചിടത്തോളം ദേവസ്വങ്ങൾ നേരിട്ട് പടക്കങ്ങൾ നിർമ്മിക്കുന്നില്ല. ദേവസ്വങ്ങൾ ഏതെങ്കിലും ലൈസൻസിയെ കണ്ടുപിടിച്ച് അവർക്ക് കൊടുക്കുക ചെയ്യുന്നത്. പിന്നെ ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ലൈസൻസി, അതിൻ്റെ എല്ലാ സേഫ്റ്റി മെഷേഴ്സും. പിന്നെ ഞങ്ങളാണെങ്കിൽ ദേവസ്വങ്ങൾ, നമ്മുടെ ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്ത് പ്രമോദ് പുഴങ്കര അഡ്വക്കേറ്റ് പറഞ്ഞു, ദേവസ്വങ്ങൾ എന്ന് പറയുന്നത് പ്രഷർ ടാക്ടിക്സാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ ഈ വർഷം 24-ാം തീയതിയാണ് നമ്മുടെ സാമ്പിൾ വെടിക്കെട്ട്, 27-ാം തീയതി പുലർച്ചെയാണ് മെയിൻ വെടിക്കെട്ട്, 27-ാം തീയതി വൈകുന്നേരമാണ് മറ്റേ അവസാനത്തെ ഈട് എന്ന് പറയുന്നത്. ഞങ്ങൾ 24-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് ഞങ്ങൾ മറ്റേ ഇൻഷുർ ചെയ്യാണ്. അത് കഴിഞ്ഞ് 27-ാം തീയതി വൈകുന്നേരം 4 മണി വരെ അതിൽ ആർക്കൊക്കെ അപകടം പറ്റുന്നോ അവരെ മുഴുവൻ ഇൻഷുർ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ നമ്മളെ അയ്യോ അപകടം പറ്റി അവരെ കുടുംബത്തിനെയോ അവരെ വീട്ടുകാരെയോ അവരെ സ്വന്തം ബന്ധുക്കളെയോ ഒന്നും നമ്മൾ വഴിയാധാരാക്കുന്നില്ല. ഞങ്ങൾ ഹ്യൂജ് എമൗണ്ട് 1 കോടി 2 കോടി 3 കോടി രൂപയ്ക്കാണ് ഇൻഷുർ ചെയ്യുന്നത്. അങ്ങനെ എല്ലാ സേഫ്റ്റി മെഷേഴ്സ് ദേവസ്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് എടുക്കുന്നുണ്ട്. അതല്ലാതെ അവരെ നമ്മൾ സൊസൈറ്റിയിലേക്ക് ഒന്നിനും കഴിവില്ലാത്ത ആൾക്കാരായിട്ട് നമ്മൾ തള്ളിവിടുകയല്ല ചെയ്യുന്നത്. അതിൻ്റെ ദേവസ്വം ചെലവാക്കുന്ന സംഖ്യ, ഇപ്പോൾ ഉദാഹരണം ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതിനപ്പുറത്ത് അപകടങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് വേണമല്ലോ പ്രയോറിറ്റി ആവേണ്ടത്. ഇപ്പോൾ മരിച്ചു പോയിട്ട് കുറച്ച് പൈസ കൊടുത്തിട്ട് ഇപ്പം എന്താ കാര്യം? ഇൻഷൂർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നതിൽ വലിയ യുക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പരമാവധി ഉത്സവം എന്ന് പറയുന്നത് ആളുകളെ രസിപ്പിക്കാനുള്ള ആചാരങ്ങൾ നടക്കട്ടെ, അതിനൊപ്പം ആഘോഷവും. പക്ഷെ അത് ആളുകളെ കൊലക്കി കൊടുക്കുന്ന വിധത്തിലാവാൻ പാടില്ലല്ലോ. കരിയും കരിവീരനും വേണ്ടാന്ന് ശ്രീനാരായണ ഗുരു 1 നൂറ്റാണ്ടിന് മുമ്പ് പറഞ്ഞതാണ്. പക്ഷെ ഇപ്പോഴും പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അത് സേഫായി ആളുകൾക്ക് ഒരു തരത്തിലുള്ള ജീവനാശവും ഉണ്ടാവാത്ത വിധത്തിൽ ചെയ്യാമല്ലോ. അങ്ങനെ വരുന്ന സജഷൻസിനെ പോലും എന്തിനാണ് ഡിഫെൻഡ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, കഴിഞ്ഞ 20 വർഷമായിട്ട് ഈ തൃശ്ശൂർ പൂരത്തിന് യാതൊരു തരത്തിലുള്ള വെടിക്കെട്ട് അപകടം ഉണ്ടായിട്ടില്ല. അതിന് ശേഷം പിന്നെ 1978-ലാണ് പിന്നെ ഒരു അപകടം ഉണ്ടായത്. അതായത് 28 വർഷങ്ങൾക്ക് 2006-ന് മുന്നേ 28 വർഷങ്ങൾക്ക് മുന്നെയാണ് ഒരു അപകടം ഉണ്ടായത്. അപ്പോൾ ഒരു 50 വർഷത്തിനുള്ളിൽ 2 അപകടം എന്ന് പറയുന്നത് അതെന്ന് പറയുന്നത് ഒരു നെസസറി പ്രിക്കോഷൻസ് ലൈസൻസിയുടെ ഭാഗത്ത് നിന്ന് എടുക്കുന്ന കാര്യങ്ങളാണ്. അത് ദേവസ്വങ്ങൾക്ക് അതിൻ്റെ റോൾ എന്ന് പറയുന്നത് തുച്ഛമായിട്ടുള്ള റോളാണ്. അവരുടെ ലൈഫ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഇൻഷുർ ചെയ്യണം.